ജോൺചേട്ടൻ്റെ ഈ റിയൽ ലൈഫിലുള്ള ഹ്യൂമറും ഞാൻ ഒരുപാട് വായിച്ച് ചിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് പണ്ട് ജോൺചേട്ടൻ്റെ വീട്ടിൽ കള്ളൻ കയറിയ ഒരു സംഭവത്തെ പറ്റി ജോൺചേട്ടൻ പറഞ്ഞൊരു കാര്യം. അതുവരെയും കള്ളൻ കയറുന്നതിന് മുമ്പ് വരെയും അത് ജോണി ആൻ്റണിയുടെ വീടും കള്ളൻ കയറിയതിന് ശേഷം അത് കള്ളൻ കയറിയ വീടുമായി മാറിയായിരുന്നു. അപ്പോൾ ഈ റിയൽ ലൈഫിലുള്ള ഇങ്ങനത്തെ ഹ്യൂമർ ഉണ്ടല്ലോ, അതുപോലെ ഈ കള്ളൻ തന്നെയാണ് സ്വയം വാദിച്ചത്, അതൊക്കെ ഒരു വാരാന്ത്യ പതിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ അങ്ങനത്തെ സംഭവങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പം ചെയ്യുന്ന ഈ വേഷങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ആയിട്ടുണ്ടോ അന്ന് കടന്നുപോയ സന്ദർഭങ്ങൾ? ചില സമയത്ത് വരും. ഇപ്പം എനിക്ക് ഇപ്പം ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ജഗദീഷയുടെ കണക്ക് പറയുന്നുണ്ട്. ഇത്ര സ്ക്വയർ ഫീറ്റ് ഇത്ര സ്ക്വയർ ഫീറ്റ് ഇത്ര സ്ക്വയർ ഫീറ്റ് വെച്ച് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇത് വൈകുന്നേരം ഞാൻ അപ്പോൾ എൻ്റെ വീടിൻ്റെ പണി ഇറങ്ങുന്നത് നടക്കുകയായിരുന്നു. ഇത് വൈകുന്നേരം ഞാൻ വെള്ളം അടിക്കുന്ന സീനുണ്ട് മോനുമായിട്ടിരുന്നു. ഇയാളെ കുറ്റം ജഗദീഷൻ്റെ ക്യാരക്ടറിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങേരുടെ അളവ് ഞാൻ നാളെ നിന്ന് നോക്കി ഒരു ടേപ്പ് എടുത്തോണ്ട് വന്ന് ഈ വീട് മൊത്തം അളക്കും, എന്നിട്ട് 2 ഇഞ്ചെങ്കിലും കൂട്ടിയിട്ട് ഇയാളെ കൊണ്ട് സൂപ്പർ ടാക്സ് അടുപ്പിച്ചില്ലെങ്കിൽ അത് എന്താ വെച്ചാൽ നമ്മൾ ആ വീട് പണി നടക്കി ടാക്സ് അത് വീട്ടിലൊക്കെ ഓർത്തിരിക്കുന്ന സമയമായതുകൊണ്ടാണ് നമുക്ക് അത് ഭയങ്കര സെറ്റിലുണ്ടായിരുന്നൊരു മുഴുവൻ ചിരിച്ചു. അത് കാരണം അപ്പം കിട്ടത്, കാരണം അതുപോലെ ജഗദീഷയുടെ കണക്ക് പറയുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കാം. നമുക്ക് ചില സിനിമയിൽ ഒത്തുവരും. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയൊരു കാര്യം, എന്തായാലും ഒരു സിനിമ നല്ല ഒരു പോസിറ്റീവ് എനർജിയുള്ള സിനിമയിലേക്ക് വന്ന് ചേരും, അമ്മയും. അത് കറക്റ്റായിട്ട് അതൊരു വലിയ സൈക്കോളജി. അത് എവിടെ നിന്നാണെന്ന് അറിയില്ല. ഇപ്പം ഇതുപോലെ ഒരു സ്പിരിറ്റ് ആയിരിക്കും, അത് ദൈവാനുഗ്രഹമായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഓർത്തിരിക്കുന്ന ആ ഭാരതി പൈപ്പിൽ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പറയണം. അതിൽ ചീട്ട് കളിച്ചിട്ട് ജോണി ആൻ്റണി ചേട്ടനെ പിടിച്ചൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പം പോലീസാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പോലീസ് പിടിച്ചിട്ട് പേര് എഴുതിക്കുമല്ലോ. അപ്പോൾ ജോണി അപ്പോൾ ആൻ്റണിക്ക് ടീ മാറിയിട്ട് ഡി ആവുക ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്ത് അപ്പം ഇയാള് ടി എ അല്ല, ഞാൻ പറഞ്ഞു ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കില്ല ഒരുപാട് അല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കണം ഒരു പക്ഷെ അന്ന് നമ്മൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ജോണി ആൻ്റണി ആയിരിക്കണം ഇപ്പോൾ ആളുകൾ ശരിക്കും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ? അതെ. അല്ലല്ല, ഞാൻ പറഞ്ഞു ഞാനെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പം ഇതിനകത്ത് ഹലോ മമ്മി എന്ന് പറഞ്ഞ കഥാപാത്രം ഇച്ചിരി കൂട്ടി ചെയ്യേണ്ട വേഷം അല്ല, ഒരു വളരെ പ്രകൃതിപ്പെടം പോലെ വളരെ സട്ടലായാലും അത് ചിരി കിട്ടില്ല. കാരണം അതുപോലെ സിറ്റുവേഷൻ സാബുലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാര്യങ്ങൾ ഞാനും ജഗദീഷേട്ടോട് കോർക്കലുണ്ട്. അത് എൻ്റെ കാര്യത്തിൽ ഇച്ചിരി കൂടി നിന്നാലേ ജഗദീഷേട്ടൻ്റെ പക്വത വർക്കാവുള്ളൂ. അതുകൊണ്ട് ജഗദീഷേട്ടൻ്റെ വീട്ടിൽ തന്നെ ഞാനും പക്വതമായിട്ട് നിന്നാൽ അതിനൊരു എനർജി ഉണ്ടാകും. അപ്പോൾ അതൊരു കൊടുക്കൽ വാങ്ങി നടന്നിട്ടുണ്ട്. അത് നല്ല കുറേ ഉണ്ടായി ഏരിയ. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു വർക്കാൻ പറ്റും. പ്രത്യേകിച്ച് ജഗദീഷേട്ടന് കുറേ കാലമായിട്ട് ഇത്തിരി എല്ലാ തരം പടങ്ങളും ചെയ്തിട്ടുള്ള എല്ലാ തരം ഹ്യൂമറുകളും. ഇപ്പോൾ ആരോ പറഞ്ഞു ചിരിക്കുകയും കരയുകയും ചെയ്യുന്നെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ജഗദീഷേട്ടൻ തന്നെ ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു പേടിക്കുന്ന റിയാക്ഷൻ കൊടുക്കാൻ ഏറ്റവും പാടാണ്. എനിക്ക് തോന്നുന്നു അതൊരു പരിധി നന്നായിട്ട് കൊടുക്കുന്ന കുറേ ആളുകൾ വന്നാണ് ജഗദീഷേട്ടൻ. ഇന്നസെൻ്റ് ഏട്ടൻ, അതെ, ജഗദീഷ് ചേട്ടൻ കാരണം പറഞ്ഞാൽ ഡബിൾ റിയാക്ഷൻ കൊടുക്കുമല്ലോ. കുറേ പേരുണ്ട്. ഞാൻ പറഞ്ഞത് അതൊരു പിന്നെ ഈ ഹൊറർ സിനിമയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു സിനിമയാണ് ലിസ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബേബി സാർ മഹാനായ സംവിധായകനായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു CG ഇല്ലാത്തപ്പോൾ ഇന്നും ഞാൻ തുറന്നു പറയാം, ലിസയുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഗ്രാഫിക്സ് വന്നതിന് ശേഷവും ഇത്രയും അതിനൊരു നാച്ചുറൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിനിമ വേറെ കാണുന്നുണ്ടാവും. അതുപോലെ ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ ആ പടം കാണുമ്പോൾ RR ഓരോ അന്നത്തെ മോണോ മിക്സാ. ഈ പൂച്ച കൊണ്ടല്ലോ ഒരു ചാട്ടമൊക്കെ ചാടുകൊണ്ടുണ്ടാകും ഇല്ലേ, ഒരു വേറെ ലെവലിലൊരു സിനിമയാണ്. എനിക്കൊന്ന് ഹൊറർ സിനിമ ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചിതനാക്കി കൊടുത്ത സംവിധായകൻ ബേബി സാറാണ്. അദ്ദേഹത്തെ കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കണം. One of your earlier interviews I read that you are a fan of Akshay Kumar and you are an admirer of the body of work he has done. So he has done a similar kind of role in Bhool Bhulaiya. So did you drew any kind of inspiration or actually I was a fan of Akshay Kumar in class 7th. Okay. Childhood days. Now I am fan of Irfan Khan sahab. Oh, nice. But nice. I like Akshay Kumar also. But nonetheless, I understand what you're saying. But that character is very, very different. And this is completely different. And I don't think there is any parallels between those two characters. My character, I think we would have seen or heard of it. So it was very difficult. So some imaginative character that you have to prepare and make it believable. You know, in itself it was a huge task, and at the same time it's a new industry. But thankfully, because of the support of all my co-actors, mostly director Vaishak and Sanjo, all these people, we collectively understood, and I just went along with their imagination. We added some stuff. We prepared for it. My character also has he has that power
whenever he wants, he or she can use his or her power. He has masculine and feminine powers. Okay. So that way it is very, very interesting. But more, I think we should describe this once the film is released. But it has extraordinary powers. It's a mystical character, magical powers, can do so many things. So it was interesting to play, you know. And as they said, fly and do stuff, whatever we want to do, you know. Some action sequences are there. Oh, nice, nice. It's only in the imagination you think, like, you want this, and that happens. So that kind of role and that power, I enjoyed doing this, and thankful to the support of everybody, I could pull it off. Is it true that still IAS and IFS aspirants call you for asking tips before writing exams since you are Sandeep Bhaiya? I'm glad you've done your research. Yes, they do. And most of the times, even now, they ask me, we have interview, please give us tips. I tell them, listen, I didn't clear. Even my character didn't clear. What you'll take? No, still you tell us something. So that is a constant. But there is that love. The kind of love and adulation is just amazing. And people genuinely asking such things, they also know it does not mean anything, but it's the love that I The make-believe is garner. too real. Yeah. But it's again the success of the makers. You know, we are a very small part of it. It's a collaborative process. So I'm grateful to the makers. You know, without them, you know, if we give a performance and editor does a different cut or different music or a angle is out of focus, then we have nothing. Similarly, this is a collaborative process. So that's why when some product is a hit or it's great, so there is, you know, so many people behind it, you know. So that way I'm grateful. Hope that same kind of magic resonate with Hello Mummy as well. I hope so. Yeah, that's the feeling. I'm hoping that happens. ജയതിഷേട്ട അതൊരു ആവർത്തന വിരസതയാണെന്ന് എനിക്കറിയാം. ഓരോ ഇന്റർവ്യൂവിന് എനിക്ക് ജയതിഷേട്ടൻ്റെ ഏതെങ്കിലും മുമ്പത്തെ സിനിമയെ പറ്റി ചോദിക്കേണ്ടി വരും. കാരണം അത്രയും നല്ലതാണ് ജയതിഷേട്ടൻ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ആണ് കിഷ്കിന്ദാണ്ടം OTT റിലീസായത്. ഫേസ്ബുക്കുകളിൽ പണ്ടത്തെ പോലെ തന്നെ വീണ്ടും കുറിപ്പുകൾ വരാൻ തുടങ്ങി. ആ കിഷ്കിന്ദാണ്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മഭാഗം എല്ലാം പറയുന്നത് ജഗദീഷേട്ടനാണ്, ആസിഫ് അലി പോലുമല്ല. അപ്പോൾ ആളുകൾ പറയുന്നുണ്ട് ഒരേ സമയം സത്യവും ദുഃഖവും തിരിച്ചറിഞ്ഞ ഒരാളുടെ വാക്കുകൾ ജഗദീഷേട്ടൻ്റെ വോയിസ് ഓവറിലാണ് അത് ഫുള്ളായിട്ട് പ്രകടമായിട്ടുള്ളത് എന്നുള്ളത്. ആൻഡ് അതിൽ ഓരോ തവണയും ജഗദീഷൻ ഈ കൈ ഉയർത്തുന്നതൊക്കെയും സിനിമയുടെ ഹൈ പോയിന്റ്സ് ആണ്. വെറുതെ ഒരു കൈ ഉയർത്തൽ മാത്രമല്ല, അത് പടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടികളാണ്. ശബ്ദത്തിന് പോലും ഈ അമിതാഭ് ബച്ചൻ്റെ ശബ്ദത്തിന് അല്ലെങ്കിൽ ശ്രീ മമ്മൂട്ടിയുടെ ശബ്ദത്തിനൊക്കെ കിട്ടിയ പോലത്തെ പ്രശംസകളാണ് ഇപ്പോൾ കിട്ടുന്നത്. വലിയ സന്തോഷത്തിലല്ലേ? തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ്. അതിന് ഞാൻ അതിവിനയം കൊണ്ട് പറയല്ല, ഇതിനെല്ലാം തന്നെ സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും ഞാൻ ഡ്യൂ റെസ്പെക്റ്റും ഷെയറും കൊടുക്കും. കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാര്യം ഉണ്ടാവണം, ഒരു കഥാപാത്രം ഉണ്ടാവണം. അപ്പം ഞാനത് ഗംഭീരമായിട്ട് ചെയ്തു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് ഒരു അവസരം തരികയാണ് ഒരു സംവിധായകൻ. അതിന് ഇവരോടെല്ലാം എനിക്ക് കടപ്പാടുണ്ട്. കാരണം നമുക്കിപ്പോൾ അത് ആദ്യകാലങ്ങളിൽ തന്നിട്ടുള്ള സംവിധായകർ ഉൾപ്പെടെ ഇപ്പോൾ വിജയിക്കാത്ത ചിത്രങ്ങളിലെ ചില കഥാപാത്രങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് വരുമ്പം ആൾക്കാർ ചിരിക്കുന്നുണ്ടെങ്കിൽ ആ സംവിധായകരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. വിജയിച്ച ചിത്രങ്ങൾക്ക് മാത്രമല്ല എൻ്റെ കടപ്പാട്, വിജയിക്കാത്ത ചിത്രങ്ങളിലെ എൻ്റെ ഒരു ചെറിയ വേഷം അത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചിരിക്ക് വേണ്ടി നിങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനും ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ കിഷ്കിന്ദാകാന്ഡം ആ റോള് വളരെ ഒരു ചലഞ്ചിങ് റോളായിരുന്നു. അതിനകത്ത് ഈ പറയുന്ന പോലെ എല്ലാവരും എടുത്ത് പറയുന്ന ഈ കൈ ഉയർത്തി കാണിക്കുന്നത് എനിക്കും അതിനകത്ത് കണ്ണ് നിറയേണ്ട കാര്യമില്ല, പക്ഷെ എനിക്കും വല്ലാത്തൊരു ഫീലിംഗ് അത് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ദൂരെ കാണുന്ന വിജയരാഘവൻ്റെ കുട്ടൻ്റെ ആ ഒരു അവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന, എനിക്ക് കഥ കുറച്ച് അറിയാമല്ലോ, എനിക്ക് കാര്യങ്ങൾ അത് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പം അത് യഥാർത്ഥത്തിൽ അവിടെയാണ് ഒരു ചിത്രം അവസാനിപ്പിക്കുന്നത്. നായകനും നായികയിലും അല്ല, അത് യഥാർത്ഥത്തിൽ അവിടെയൊക്കെ സംവിധായകന്റെ ഒരു കഴിവാണത്, അല്ലെങ്കിൽ തിരക്കഥാകൃത്തിന്റെ കഴിവാണ്. യഥാർത്ഥത്തിൽ സാധാരണ യൂഷ്വൽ കോൺസെപ്റ്റ് ആണെങ്കിൽ നായകന്റെ നായികയുടെ ആ ട്രെയിൻ യാത്രയിലായിരിക്കും അവസാനിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് വേണമെങ്കിൽ ഈ ഷോട്ട് ഇടാം. പക്ഷെ ഇത് അവസാനം ഈ വിജയരാഘവന്റെയും എന്റെയും ഈ ബന്ധവും വിജയരാഘവന്റെ ഈ യാത്ര തുടരും എന്നുള്ള സൂചന നൽകിയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് സന്തോഷത്തിലാണെന്ന് പറയുമ്പം ഒന്നിനോട് സാമ്യമുള്ളതല്ലാത്ത വേഷങ്ങൾ കിട്ടുമ്പോഴാണ് എനിക്ക് സന്തോഷം. അതെ, കിഷ്കിന്ദാകാന്ഡവും AR തമ്മിൽ ഒരു സാമ്യമില്ല. പിന്നെ ഞാനും ജോണി ഇപ്പൊ ചെയ്യുന്നതെല്ലാം അച്ഛൻ കഥാപാത്രങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ, ഈ അച്ഛൻ വേറൊരു അച്ഛനുമായിട്ട് സാമ്യം വരാൻ പറ്റില്ല. ഫാലിമിയിലെ അച്ഛനല്ല ഹലോ മമ്മിയിലെ അച്ഛൻ, ഉറപ്പിച്ച് പറയാൻ കഴിയും. അതിനുവേണ്ടി ഞാൻ എഫേർട്സ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. റിസൾട്ട് നാളെ നിങ്ങളാണ് പറയേണ്ടത്. അത് ഗംഭീരമായിരിക്കുന്നല്ല ഞാൻ പറയുന്നത്. ഇതിനു വേണ്ടിയുള്ള
എഫേർട്സ് മാക്സിമം ഇട്ടിട്ടുണ്ട്. ഹലോ മമ്മിയിൽ വേറെ അച്ഛനിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആകാൻ വേണ്ടിയുള്ള പരിശ്രമം താങ്ക്സ് ടു ദ ഡയറക്ടർ ആൻഡ് താങ്ക്സ് ടു ദ റൈറ്റർ സാൻജോ ആൻഡ് വൈശാഖ് ഞാൻ പരമാവധി എഫേർട്സ് ഇട്ടിട്ടുണ്ട്. അത് ഫ്രൂട്ട്ഫുൾ ആവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതിനി വരാനിരിക്കുന്ന കുറേ ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളിലെല്ലാം ഒന്നിനും പരസ്പരം സാമ്യമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങളാണ് എന്നെ തേടി വന്നിട്ടുള്ളത്, എനിക്ക് തന്നിട്ടുള്ളത്. അത് വ്യത്യസ്തമാക്കാൻ പരമാവധി ശ്രമങ്ങളും ഞാൻ നടത്തും. അത് ഇനിയും നടത്തിക്കൊണ്ടിരിക്കുക. അതെനിക്കും കൂടെ തൃപ്തി കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. കുട്ടികളാണ് ഇങ്ങനത്തെ സിനിമകളിലേക്ക് ഒരു ഓഡിയൻസ്, ഫസ്റ്റ് ഓഡിയൻസ്. അതിനുശേഷം അത് മുതിർന്നവരിലേക്കും യുവാക്കളിലേക്കും ഒക്കെ എത്തണം. ഈ നിങ്ങളുടെയൊക്കെ വാക്കുകളിൽ ആ ഒരു എനർജി ഉണ്ട്. നല്ലൊരു സിനിമ ഉണ്ടായതിൻ്റെ, അതിൻ്റെ ഭാഗമായതിൻ്റെ, അത് ആളുകളിലേക്കും കൂടി എത്തട്ടെ. സിനിമ വലിയ വിജയമാവട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ഇനി അങ്ങോട്ടുള്ള സിനിമാ തെരഞ്ഞെടുപ്പുകൾ ഗംഭീരമാവട്ടെ. എല്ലാവർക്കും നേരത്തിന് ഒരുപാട് നന്ദി. നന്ദി, സന്തോഷം. Thank you.